ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചിറയിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. Additional Buildwares, Kutar 7025073001. നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ. ഇന്ന് തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് നെടുങ്കണ്ടം. കൂടുതൽ അറിയാൻ 9207100600 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ഇപ്പോൾ ചേരുന്നുണ്ട്. അനീഷ്, കൗമാര കലോത്സവത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇന്ന് ഏതെല്ലാം മത്സരങ്ങളാണ് നടക്കാനുള്ളത്? ഒപ്പം തന്നെ സമാപന സമ്മേളനം ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? വിവരങ്ങൾ എല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. എന്താണ് വിശദാംശങ്ങൾ അനീഷ്? അതെ ഷിബിൻ, കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ മുരിക്കാശ്ശേരിയിൽ നടന്നുകൊണ്ടിരുന്ന കലോത്സവത്തിന്, കലാപൂരത്തിന് ഇപ്പോൾ സമാപനമാകുവാൻ നിമിഷങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തവണത്തെ കലോത്സവം സമാപിക്കുന്നത് എന്ന ആശ്വാസത്തിലാണ് സംഘാടകരും ഈ നാട്ടിലുള്ള ആളുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇത് കട്ടപ്പനയിൽ വെച്ച് നടന്നപ്പോഴും കഞ്ഞിക്കുഴിയിൽ വെച്ച് നടന്ന കലോത്സവവും ഒക്കെ തന്നെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള നേരിയ പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്നുണ്ടായി, ചെറിയ വാക്കേറ്റം പോലെയുള്ള സംഭവങ്ങളുണ്ടായി. ഇന്നലെ അത് കയ്യാങ്കളിയിലേക്കൊക്കെ മാറുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി കലോത്സവം അതിൻ്റെ വളരെ ഭംഗിയായി തന്നെ സമാപിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ആശ്വാസം സംഘാടകർക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ 4 ദിവസമായി നടന്ന കലോത്സവം മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കുവാൻ പോകുമ്പോൾ തൊടുപുഴ ഉപജില്ലയും കട്ടപ്പന ഉപജില്ലയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ മണിക്കൂറിൽ നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്നുള്ളത്. തൊടുപുഴ ഉപജില്ല 825 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. കട്ടപ്പന ഉപജില്ല 818 പോയിന്റുമായിട്ട് തൊട്ടു പിന്നിൽ. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഏതാണ്ട് 7 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഇരു ഉപജില്ലകൾക്കും ഉള്ളത്. ഇതിനാൽ തന്നെ ഇന്ന് നടക്കുന്ന മത്സരങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ഒരു ഫലം എങ്ങനെയെന്ന് നമുക്ക് പോലും പ്രവചിക്കുവാൻ പറ്റാത്ത രീതിയിലാണ്. അതായത് ഇരു സബ് ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികളാണ് ഇന്ന് നടക്കുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് ഈ മത്സരാർത്ഥികളും അതുപോലെ തന്നെ കലാ അധ്യാപകരുമൊക്കെ തന്നെ പറയുന്നത്. ഇതിനാൽ തന്നെ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഇനത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ നൽകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും തൊടുപുഴയും കട്ടപ്പനയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴയ്ക്ക് 825 പോയിന്റും കട്ടപ്പനയ്ക്ക് 818 പോയിന്റുമാണ് നിലവിലുള്ളത്. തൊട്ടുപിന്നിലായി 3-ാം സ്ഥാനത്തായി 785 പോയിന്റുമായി അടിമാലി ഉപജില്ലയുണ്ട്. അവരാണ് 3-ാം സ്ഥാനത്ത് തുടരുന്നത്. നെടുങ്കണ്ടം ഉപജില്ലയ്ക്ക് 645 പോയിന്റുമായി 4-ാം സ്ഥാനത്തും പീരുമേട് ഉപജില്ല 613 പോയിന്റുമായി 5-ാം സ്ഥാനത്തും തുടരുന്നു എന്നുള്ളതാണ് പോയിന്റ് നിലയിൽ നമുക്ക് ഉപജില്ലകളുടെ കാര്യത്തിൽ അറിയുവാനുള്ളത്. ഇനി സ്കൂളുകളുടെ ഒരു പോയിന്റ് നിലവാരം പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുമാരമംഗലം സ്കൂളിന് 205 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. കൂമ്പമ്പാറയിലെ ഫാത്തിമ മാത സ്കൂള് 204 പോയിന്റുമായിട്ട് 1 പോയിന്റ് വ്യത്യാസത്തിൽ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. ഈ 2 സ്കൂളുകളാണ് കഴിഞ്ഞ 3 കലോത്സവങ്ങളിലും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് പോരടിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാർ, മുണ്ടിയരുമയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 167 പോയിന്റുമായി 3-ാം സ്ഥാനത്തും, മുരിക്കാശ്ശേരി SMHSS 151 പോയിന്റുമായി 4-ാം സ്ഥാനത്തും, STHSS ഇരട്ടയാർ 138 പോയിന്റുമായി 5-ാം സ്ഥാനത്തും തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുവാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇനി നടക്കുന്ന മത്സര ഇനങ്ങളെ അപേക്ഷിച്ചായിരിക്കും ഈ പോയിന്റ് നിലയിൽ ആര് മുന്നിൽ വരും എന്ന് നമുക്ക് അറിയുവാൻ വേണ്ടി, വിലയിരുത്തുവാൻ വേണ്ടി സാധിക്കും. എന്താണെങ്കിലും ഇഞ്ചോടിഞ്ച് മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന പ്രധാന മത്സരങ്ങൾ നടക്കുന്നത് പ്രധാന വേദിയായിട്ടുള്ള 1-ാം സ്റ്റേജിൽ തന്നെയാണ്. 1-ാം സ്റ്റേജിൽ മാർഗം കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർഗം കളി ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന ദിവസമായതിനാൽ തന്നെ നിറഞ്ഞ സദസ്സിലാണ് ഈ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. 2-ാം വേദിയിൽ കഥാപ്രസംഗ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്, അതും ആരംഭിച്ചിട്ടുണ്ട്. 3-ാം വേദിയിൽ യക്ഷഗാനം, പൂരക്കളി എന്നീ മത്സരങ്ങളാണ് നടക്കുന്നത്. അതിൽ യക്ഷഗാന മത്സരങ്ങളാണ് ഇപ്പോൾ
മൂന്നാം സ്റ്റേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാം സ്റ്റേജിൽ മിനി പാരിഷ് ഹാൾ, അവിടെയാണ് ഇന്ന് മറ്റൊരു കളർഫുള്ളായിട്ടുള്ള ഐറ്റം നടക്കുന്നത്. മോഹിനിയാട്ടം, കേരള നടനം എന്നീ മത്സരങ്ങളാണ് ഈ നാലാം സ്റ്റേജിൽ നടക്കുന്നത്. അവിടെയും മത്സരങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പരിചമുട്ട്, ചവിട്ടുനാടകം എന്നിവ നടക്കുന്നത് ഏഴാമത്തെ സ്റ്റേജിലാണ്. ഏഴാമത്തെ സ്റ്റേജിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരശ്ലോകം, കാവ്യകളി മത്സരങ്ങൾ എട്ടാമത്തെ സ്റ്റേജിലാണ് നടക്കുന്നത്. അവിടെയും ഇപ്പോൾ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അവസാന ദിവസം മത്സരങ്ങൾ വളരെ ഭംഗിയായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവസാന ദിവസമായതിനാൽ തന്നെ നിറഞ്ഞ സദസ്സിലാണ് രാവിലെ മുതൽക്ക് തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഷിബിൻ. അനീഷ്, ഇന്നലെ നടന്ന മത്സരത്തിൽ നൃത്ത ഇനത്തിലെ വിധി നിർണയത്തെ ചൊല്ലി നേരിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? മിനിഞ്ഞാന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെയും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായി. അതായത് കലോത്സവം ആകുമ്പോൾ ഈ ഒന്നാം സ്ഥാനം ഒക്കെ കിട്ടാതെ വരുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഈ സംഘാടകരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എല്ലാ കലോത്സവങ്ങളിലും പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ സ്ഥിരമായി വരാറുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഇത്തവണയും പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ള ഒരു മറുപടിയാണ് സംഘാടകർ നൽകുന്നത്. എന്താണെങ്കിലും ഇന്നലെ നേരിയ സംഘർഷമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കായിക അധ്യാപകർ തമ്മിലുള്ള സംഘർഷമുണ്ടായി. അതിൽ നേരിയ തോതിൽ കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം കുട്ടികളൊക്കെ തന്നെ സ്റ്റേജിൽ കയറിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇഞ്ചോടിഞ്ച് മത്സരങ്ങളാണ് നടന്നത്. നമ്മൾ ഇന്നലെ രാവിലെ തന്നെ അത് വിലയിരുത്തിയിരുന്നു. ഇന്നലത്തെ മത്സരങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മത്സരങ്ങളായിരുന്നു. പ്രത്യേകിച്ച് സംഘനൃത്തം പോലെയുള്ള ഇനങ്ങൾ എല്ലാ വർഷവും നമ്മൾ ഏതാണ്ട് 10-18 വർഷമായിട്ട് ഈ കലോത്സവങ്ങൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. സംഘനൃത്തം ജില്ലാ കലോത്സവത്തിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാവുക പതിവാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പണം മുടക്കിയാണ് കുട്ടികളൊക്കെ തന്നെ ഈ മത്സരങ്ങളിൽ സംഘനൃത്തത്തിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. അതിൻ്റെ കോസ്റ്റ്യൂം, മറ്റ് പഠന ചെലവുകൾ ഒക്കെ വളരെ മറ്റിനങ്ങളെ അപേക്ഷിച്ച് വളരെ ഭാരിച്ചതാണ്. ഇതിനാൽ തന്നെ ഈ പൈസ കൂടുതലായിട്ട് മുടക്കിയിട്ടുള്ള രക്ഷിതാക്കളും കലാ അധ്യാപകരും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്കും വാക്കേറ്റത്തിലേക്കും ഒക്കെ പോകുന്നത്. ഇന്നലെ എന്താണെങ്കിലും മറ്റ് പ്രശ്നങ്ങളില്ലാതെ പോലീസിന്റെ ഒരു ഇടപെടലോടുകൂടി അത്തരം പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ഏതാണ്ട് 2 മണിയോട് കൂടിയിട്ടാണ് ഈ പ്രധാന വേദിയിൽ, നമ്മളിപ്പോൾ നോക്കുന്ന ഈ പ്രധാന വേദിയിലെ മത്സരങ്ങൾ അവസാനിക്കുന്നത്. ഒടുക്കം മത്സരാർത്ഥികൾ തന്നെ കയറി സ്റ്റേജിന് മുമ്പിലിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. എന്താണെങ്കിലും പോലീസിന്റെ ഇടപെടലിൽ അവരെ രമ്യമായി പറഞ്ഞ അപ്പീൽ പോകുവാൻ അവസരം നൽകും എന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ട് കുട്ടികൾ പിന്മാറുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് ഇന്നലെ കലോത്സവ നഗരിയിൽ നമ്മൾ കണ്ടത്. ഇതൊക്കെ അലഭനീയമായിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഒഴിവാക്കപ്പെടേണ്ടതാണ്. എങ്കിലും തുടർച്ചയായി കലോത്സവങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഷിബിൻ. ശരി അനീഷ്, ചെറിയ വിവാദങ്ങളും പരാമർശങ്ങളും ഒഴിച്ചാൽ ഇത്തവണത്തെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണ്ണ വിജയം എന്ന് തന്നെ പറയാൻ കഴിയും. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി തൊടുപുഴ, കട്ടപ്പന സബ് ജില്ലകൾ മുന്നേറുന്നു. 825 പോയിന്റുമായി തൊടുപുഴയാണ് മുന്നിൽ. തൊട്ടു പിന്നാലെ 7 പോയിന്റ് വ്യത്യാസത്തിൽ 818 പോയിന്റുമായി കട്ടപ്പന സബ് ജില്ലയും മുന്നേറുകയാണ്. വിവിധ വേദികളിൽ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സ്റ്റേജ് നമ്പർ 1 നിന്നും ഇപ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് പി. ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. Edisheril Buildwares, Kutar, 7025-073-001. നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ. ഇന്ന് തന്നെ വിളിക്കൂ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് നെടുങ്കണ്ടം. കൂടുതൽ അറിയാൻ 9207100600 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.